ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടൊമാറ്റോ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തുക്കുന്നത്. അതിലേക്ക് ഒരു 5 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് ഇതെല്ലാം അതും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതാ നല്ലോണം കുഴച്ചെടുത്തിടണേ. ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചിക്കനൊരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിക്കനൊന്ന് മാറ്റാണ്ട്. പകുതി വേവാകുമ്പോൾ തന്നെ മാറ്റണം. ചിക്കൻ നല്ലോണം വെന്ത് ഉടയാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആ ഒരു ചിക്കൻ പീസൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാ ചിക്കനൊക്കെ അതിൽ നിന്ന് മാറ്റി ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യണത്. ഓയിലിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നമ്മൾ ആ ഒരു മസാലയൊക്കെ തന്നെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചിക്കന് ഒരു 10 മിനിറ്റും കൂടിയും ഒന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാൻ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ പോലെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ചധികം കരിവേപ്പിൻ്റെ ഇലയും ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിതാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാകണ വഴി അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ ഒരു മസാലയും ആ ഒരു ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചോറിൻ്റെ കൂടിയും പൊറാട്ടയുടെ കൂടിയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അത് വൈകുന്നേരമാണ് കേട്ടോ. ബറാത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് കായ്ക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണല്ലേ കായ്ക്കറി. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഇന്ന് റൊട്ടിയും അതുപോലെ തന്നെ മുട്ട വെച്ചിട്ടൊരു വെറൈറ്റി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റൊട്ടീൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റൊട്ടി ഒന്ന് വേഗം ഒന്ന് കുഴച്ച് വെക്കട്ടെ. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ.
ഞാൻ കറിയുടെ റെസിപ്പി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിരിക്കണേ. അതിലേക്ക് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഒരു പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു 6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ വലിയ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തുകണേ. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പാത്രത്തിൽ മുകളിൽ വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് അതങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ മുട്ട ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ തക്കാളി ഉള്ളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൽ നിന്ന് തക്കാളിൻ്റെ തൊലി ഒന്ന് എടുത്തിട്ട് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം അതൊക്കെ ഒന്ന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു പോട്ടിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേക്കണേ. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. ആ ഒരു മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ടൈമിൽ ഞാൻ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് പീസാക്കിയിട്ട് എടുത്തുക്കണം കേട്ടോ. ഇപ്പോൾ കറി ഏകദേശം തിളച്ച് വന്നിക്കണേ. ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് ഈ മുട്ട കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി റൊട്ടിയുടെ കൂടെ ഞാൻ അതുപോലെ കുബൂസ് അതിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ കൂടുതൽ കോമ്പിനേഷന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓയ്.